ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ കവിത വാര്യർ. വൈകുണ്ഠ ഏകാദശിയായിട്ട് പലവർക്കും ആ ദിവസം ഓസ്പീഷ്യസ് ആണെന്നറിയാം, അല്ലെങ്കിൽ സ്വർഗവാതിൽ തുറക്കുന്ന ഒരു ദിവസമാണെന്നറിയാം. പക്ഷെ അതിൻ്റെ പിന്നിലത്തെ കഥ എന്താണെന്ന് പലർക്കും അറിയില്ല. ഓക്കെ, സോ ഇന്ന് ഞാൻ ആ കഥയായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ പിന്നിൽ ആക്ച്വലി 2, 3, 4 സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. ഇതിൽ എനിക്ക് തോന്നിയ ഒരു സ്റ്റോറി വിച്ച് ഇസ് കൈൻഡ് ഓഫ് ട്രൂ എന്ന് തോന്നിയൊരു സ്റ്റോറിയാണ്. ഇത് തന്നെയാണ് മെയിനായിട്ട് പറയുന്നത്. ഇതിൽ ആക്ച്വലി വൈകുണ്ഠ ഏകാദശി എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം സ്വർഗവാതിൽ തുറന്നു കിടക്കും എന്നാണ് പറയുക. സോ ഇതെന്താണെന്ന് വെച്ചാൽ ബേസിക്കലി നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഈ അസുരന്മാരും ദൈവന്മാരും ഒരു ബാറ്റിലാണ്. അവർ തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ ഇടയിൽ ഉള്ളൊരു സംഭവമാണ്. സോ ഇതിൽ ഒരു അസുരനുണ്ട്, മൂരാസുരൻ എന്നാണ് പേര്. അപ്പോൾ ഈ അസുരൻ, അതായത് ഈസ് ലൈക്ക് എ കിങ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, കിങ് എന്ന് വെച്ചാൽ വലിയൊരു ഡീമൺ അല്ലെങ്കിൽ വലിയൊരു അസുരൻ എന്നൊക്കെ പറയാം. സോ ഈ അസുരൻ മറ്റേ എല്ലാവരും പേടിച്ചിരുന്നു, അയ്യോ ഈ പേഴ്സൺ കാരണം നമ്മുടെ ഭൂമി നശിക്കുകയാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ആസ് യൂഷ്വൽ സ്റ്റഫ്. അപ്പോൾ എന്താ ചെയ്യുക, എല്ലാവരും ഈ ദേവന്മാരെല്ലാവരും ചേർന്ന് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചു. എന്നിട്ട് നമ്മുടെ ഈ വിഷ്ണു ഭഗവാനോട് പറഞ്ഞു. വിഷ്ണു ഭഗവാൻ എന്ത് ചെയ്തു, കുറേ വർഷത്തെ, ചിലവർ പറയുന്നു കുറച്ച് ദിവസമാണ് യുദ്ധം നടന്നത്, ചിലവർ പറയുന്നു കുറേ വർഷങ്ങളായിട്ട് യുദ്ധം നടന്നിട്ടുണ്ട്. സോ അങ്ങനെ കുറേ വർഷത്തിൻ്റെ യുദ്ധത്തിന് ശേഷം, അല്ലെങ്കിൽ കുറേ ദിവസത്തിൻ്റെ യുദ്ധത്തിന് ശേഷം ഒരു ഗുഹയുണ്ട്, ഒരു കേവ്. ആ കേവിൽ വിഷ്ണു ഭഗവാൻ ഇങ്ങനെ വിശ്രമിക്കുകയായിരുന്നു. വിശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ അസുരൻ എന്തായാലും, പക്ഷെ അസുരനെ ഇതാക്കാൻ കഴിഞ്ഞില്ല, ലൈക്ക് വധിക്കാനോ അല്ലെങ്കിൽ കൊല്ലാനോ കഴിഞ്ഞില്ല. ഇങ്ങനെ ബാറ്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറച്ച് വിശ്രമിക്കാമെന്ന് കരുതി ഒരു കേവ്, ഒരു ഗുഹയുടെ അല്ലെങ്കിൽ ഒരു പ്ലേസിൽ വിഷ്ണു ഭഗവാൻ വിശ്രമിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ അസുരൻ വിചാരിച്ചു, വാവ്, ദിസ് ഇസ് ദ റൈറ്റ് ടൈം. വിഷ്ണു ഭഗവാനെ കൊല്ലാനായിട്ട് അടുത്തേക്ക് പോയപ്പോൾ, അടുത്തേക്ക് വരുന്നതിന് കുറച്ച് ദൂരം മുമ്പ് ഒരു ദേവി, ഒരു ചെറിയൊരു പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. ഒരു ദേവിയാണ് പ്രത്യക്ഷപ്പെട്ടത്, കയ്യിൽ കുറേ വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ അസുരനെ വധിച്ചു എന്നാണ് പറയണത്. സോ ആ സമയത്ത് വിഷ്ണു ഭഗവാൻ വാസ് വെരി പ്ലീസ്ഡ്. ആ സമയത്ത് ഈ ദേവിക്ക് ഒരു പേര് കൊടുത്തു, ഏകാദശി. ഓക്കെ, എന്നിട്ട് ദേവിയുടെ അടുത്ത് പറഞ്ഞു, ഇന്നത്തെ ദിവസം ആരെങ്കിലും ഇതേപോലെ പ്രാർത്ഥിച്ച് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് നല്ല രീതിയിൽ പോകണമെങ്കിൽ അവർക്ക് ഈ അങ്ങനത്തെ ഒരു യു ഷുഡ് ഓപ്പൺ ദ ഡോർസ് ടു ദ ഹെവൻ. അപ്പോൾ അവർക്ക് വൈകുണ്ഠത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കണം എന്നാണ് പറയുന്നത്. സോ അതാണ് ഇവിടെ നമ്മൾ എല്ലാ കൊല്ലവും നമ്മൾ വൈകുണ്ഠ ഏകാദശി നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഓപ്പൺ ദ ഡോർസ് ടു ഹെവൻ എന്നാണ് പറയുന്നത്. സോ ഇത് ഒരു തരത്തിലുള്ള സ്റ്റോറിയാണ്. മറ്റു തരത്തിൽ ഇതേമാതിരി തന്നെ പറയുന്നുണ്ട്, ലൈക്ക് വിഷ്ണു ഭഗവാൻ കുറേ യുദ്ധമൊക്കെ ചെയ്തു, എല്ലാവരും യുദ്ധം ചെയ്തു, പക്ഷെ ആളെ ഇതാക്കാനായിട്ട് കഴിഞ്ഞില്ല. എന്നിട്ട് അതിനു വേണ്ടി പ്രാർത്ഥിച്ച് ഒരു ദേവിയാണ്, അതിനാണ് ഈ പറഞ്ഞ ഏകാദശി എന്ന് പേര് കൊടുത്തത്. അങ്ങനെയുമുണ്ട്. സോ ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറീസ്. സോ വൈകുണ്ഠം, അതായത് സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഐ മീൻ ഇറ്റ്സ് ലൈക്ക് എ ഡയറക്റ്റ് എന്ന് വെച്ചാൽ വിഷ്ണു ഭഗവാനെ നേരിട്ട് നമുക്ക് ഇവിടെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു അവസരമാണത്. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ദിവസത്തിൽ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ, that's a good thing. So I really hope you guys have a great day.